നാളെ വോട്ടെണ്ണലാണ്. അപ്പോൾ തലേദിവസമെങ്കിലും എത്ര ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ള അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസമോ വെബ്സൈറ്റിൽ കൃത്യമായി എത്ര ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടു അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെട്ടു എന്ന് കൃത്യമായിട്ട് ഇപ്പം നമുക്ക് എത്ര ശതമാനം എന്നുള്ളത് ഇപ്പം 100 പേരുണ്ടെങ്കിൽ അതിൽ 50 പേർ വോട്ട് ചെയ്താൽ 50% പേർ എന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കൃത്യമായ ലിസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലുണ്ട്. അതെന്തുകൊണ്ട് അത്രയും താമസിച്ചു എന്ന ചോദ്യം പ്രസക്തമാണ്. 79.7% പേർ കേരളത്തിൽ വോട്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന ഒരിക്കൽ കൂടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് ചോദിക്കുന്നു. അതുപോലെ സർവീസ് വോട്ടുകളൊക്കെ തന്നെ പരിഗണിക്കും എന്നാണ്. അതായത് ഇന്ന് വരെയുള്ള എല്ലാ സർവീസ് വോട്ടുകളും പരിഗണിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ആദ്യം എണ്ണുക ഇത്തരത്തിൽ സർവീസ് വോട്ടുകളും അതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടുകളുമായിരിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആകെ 58,984 സർവീസ് വോട്ടുകളാണ് ഉള്ളത്. 1-ാം തീയതി വരെ 20,028 എണ്ണം തിരികെ വന്നു എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ അന്തിമ പോളിംഗ് ശതമാനം വരാത്തത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിനിടെയാണ് മെയ് 1 വരെയുള്ള ആകെ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് വോട്ടെണ്ണലിന്റെ തലേദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അന്തിമ പോളിംഗ് ശതമാനം പിന്നീട് പ്രഖ്യാപിക്കും. അതായത് ഈ സർവീസ് വോട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്തതിന് ശേഷം മാത്രമേ ഇനിയൊരു അന്തിമ കണക്കുണ്ടാക്കാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അന്തിമ കണക്ക് ഉണ്ടാക്കാൻ സാധ്യമാകൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രത്തൻ ഖേൽക്കർ പറയുന്നത്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. തിങ്കളാഴ്ച അതായത് നാളെ രാവിലെ 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകളും 8:30 EVM-ഉം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും എണ്ണിത്തുടങ്ങും. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോവുകയുള്ളൂ. 140 റിട്ടേണിംഗ് ഓഫീസർമാരും 1340 അഡീഷണൽ റിട്ടേണിംഗ് ഓഫീസർമാരും 4208 നിരീക്ഷകരും അതിൻ്റെ ഒരു കണക്കും പറയുന്നുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം കൂടുന്നത് ഇപ്പോൾ 79.7 എന്ന് പറയുന്നത് ഉയർന്ന ഒരു നിലവാരത്തിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ്. അത് UDF-ന് ഗുണകരമാകും എന്നായിരുന്നു പണ്ടൊക്കെ ധരിച്ചു വെച്ചിരുന്നത്. അങ്ങനെ ആയിരുന്നു താനും. പക്ഷേ ഇപ്പോൾ ഇത് UDF-നാണോ LDF-നാണോ ഗുണകരമാവുക എന്നതിനെക്കുറിച്ച് ഒരു അഭ്യൂഹം നിലനിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ. എന്താകും സംഭവിക്കുക എന്ന്. പണ്ട് പോളിംഗ് ശതമാനം കൂടിയാൽ UDF-ഉം പോളിംഗ് ശതമാനം കുറഞ്ഞാൽ LDF-ഉം എന്നായിരുന്നു. നേരത്തെ അറിയാമല്ലോ, ആദ്യം LDF ഭരിച്ചാൽ പിന്നീട് UDF ഭരിക്കും, UDF ഭരിച്ചാൽ പിന്നീട് LDF ഭരിക്കും. അതൊക്കെ മാറി തുടർ ഭരണം കിട്ടി. അതുപോലെ പെർസെൻറ്റേജിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ജനങ്ങൾ വ്യാപകമായി വോട്ട് ചെയ്തു തുടങ്ങി. അതായത് പലരും പണ്ട് കാലത്ത് സ്ത്രീകളൊക്കെ വോട്ട് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു, ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ. ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ സർവീസ് വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകളൊക്കെ വർദ്ധിച്ചു. ഇത് UDF-ന് ഗുണകരമാകും എന്ന് UDF പ്രതീക്ഷിക്കുന്നു. എന്നാൽ അത് LDF-നാണ് ഗുണകരം എന്ന് LDF പ്രതീക്ഷിക്കുന്നു. BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമുണ്ടാകും എന്ന് ആ ക്യാമ്പും പ്രതീക്ഷിക്കുന്നു. നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. നാളത്തെ പ്രഭാതത്തിനായി കാത്തിരിക്കുന്നു. നമ്മുടെ കേരളം ആര് ഭരിക്കും? ഏത് മുന്നണിക്കാണ് ഭൂരിപക്ഷം ലഭിക്കുക? ഏത് മുന്നണിയായിരിക്കും മന്ത്രിസഭ ഉണ്ടാക്കുക? ഇനി തൂക്കുമന്ത്രിസഭ വരുമോ? മൂന്നാം കക്ഷിയായ NDA എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കും? അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്തെങ്കിലും തരത്തിൽ ഭരണത്തിൽ ഈ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്താൻ ഉള്ള സാധ്യതയുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. 79.7% കേരളീയരാണ് വോട്ട് ചെയ്തത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ പോളിംഗ് ശതമാനം ആരെ പിന്തുണയ്ക്കും? തീർച്ചയായിട്ടും നമുക്ക് അത് നാളെ രാവിലെ ഏതാണ്ട് 10 മണി 11 മണിയോടുകൂടി തന്നെ കൃത്യമായ ഫലസൂചനകൾ നമുക്കറിയാൻ സാധിക്കും. നമുക്കറിയാം, കർമ്മ ന്യൂസ് സർവ്വസജ്ജമാണ്. കൃത്യമായി വാർത്തകളും വിശകലനങ്ങളും തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നല്ല ഒരു സർക്കാർ, നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ നാടിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു സർക്കാർ കടന്നു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.